നമസ്കാരം. സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളും മഴക്കെടുതിയും ജനങ്ങളെ ദുരിതത്തിലാക്കുമ്പോൾ ദുരന്തമുഖത്ത് ആശ്വാസം എത്തിക്കുന്നതിന് പകരം കപട സങ്കടങ്ങളുമായി ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മഴക്കെടുതി നേരിടുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി ജനം പകച്ചു നിൽക്കുകയാണ്. ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു, രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരഭരിതനായി സംസാരിക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി ഭാവനയിൽ കാര്യങ്ങൾ പറയുകയാണെന്നും അതാണ് നുണയെന്നും പരിഹസിക്കുന്ന പിണറായി വിജയനോട് ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ലളിതമായ ഒരു ചോദ്യമാണ്. താങ്കൾ തുടർച്ചയായി 10 വർഷം ഭരിച്ചപ്പോൾ പ്രളയവിമുക്ത കേരളത്തിനായി എന്താണ് ചെയ്തു വെച്ചത്? കേരളത്തെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കാനായി വലിയ കൊട്ടിയാഘോഷങ്ങളോടെ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച റൂം ഫോർ റിവർ എന്ന അതിബൃഹത്തായ പദ്ധതിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അതൊന്ന് വ്യക്തമാക്കാമോ? 2019 നെതർലൻഡ് സന്ദർശിച്ച് തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സംഘവുമാണ് ഡച്ച് മാതൃകയെന്ന് പറഞ്ഞ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. ഡച്ച് സംഘം കുട്ടനാട്ടിലെത്തി പഠനങ്ങൾ നടത്തി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ നിന്ന് 4.5 കോടി രൂപ വകയിരുത്തി ചെന്നൈ IIT പഠനത്തിനായി 1,38 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൽ 81 ലക്ഷം രൂപ ആദ്യ ഗഡുവായി കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പഠന റിപ്പോർട്ട് എവിടെ പോയി എന്ന് സ്വന്തം ഭരണകാലത്ത് വ്യക്തമാക്കാതിരുന്ന പിണറായി വിജയനാണിപ്പോൾ നിലവിലെ സർക്കാരിനെതിരെ വിമർശനങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. അധിക ജലത്തെ ക്രമീകരിക്കൽ, പുഴകളിലെയും തോടുകളിലെയും കയ്യേറ്റം നീക്കൽ, തോട്ടപ്പള്ളി പൊഴിമുഖത്തെ പ്രളയ നിയന്ത്രണ സംവിധാനങ്ങൾ, ഡാമുകളുടെ പ്രവർത്തനത്തിനുള്ള കൃത്യമായ പ്രോട്ടോകോൾ തയ്യാറാക്കൽ എന്നിവയൊക്കെ ലക്ഷ്യമിട്ട ഈ പദ്ധതി വെറും ഫയലുകളിൽ മുങ്ങിപ്പോയെന്ന് മുൻ LDF സർക്കാർ തന്നെ സമ്മതിച്ച കാര്യമാണ്. പൊതുജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ നികുതിപ്പണം പഠനത്തിന്റെ പേരിലും വിദേശയാത്രയുടെ പേരിലും ചെലവഴിച്ചതല്ലാതെ ഒരു കനാൽ പോലും വൃത്തിയാക്കാനോ ബണ്ടുകൾ ബലപ്പെടുത്താനോ പിണറായിയുടെ ഭരണത്തിന് സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. റാന്നിയിലെ വെള്ളക്കെട്ടും ചെറുപുഴയിലെ രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകളും കോന്നി MLA അവലോകന യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയതുമെല്ലാം ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം കാലത്ത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സഖാക്കൾ തട്ടിയെടുത്ത തട്ടിപ്പിനെക്കുറിച്ചും പ്രളയ മുന്നറിയിപ്പുകളിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ചും മിണ്ടുന്നില്ല. ക്ഷേമ പെൻഷനുകൾ അക്കൗണ്ട് വഴിയാക്കുന്നതിനെയും ദുരന്തമുഖത്തെ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയമായി മാത്രം കാണുന്ന ഇദ്ദേഹം ഭരിക്കുമ്പോൾ ജനങ്ങളെ ദുരിതത്തിലാക്കുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉപദേശികളാകുകയും ചെയ്യുന്ന സ്ഥിരം തന്ത്രമാണ് പയറ്റുന്നത്. ദുരന്തമുഖത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കാതെ നാടിന്റെ പുനർനിർമ്മാണത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. സ്വന്തം ഭരണകാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ മുക്കി പ്രളയ ദുരന്തങ്ങൾക്ക് കളമൊരുക്കിയവർ പുതിയ സർക്കാരിന്റെ പോരായ്മകൾ പറഞ്ഞ് സ്വയം വിശുദ്ധരാകാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. പ്രഹസനങ്ങളും പത്രസമ്മേളനങ്ങളും നിർത്തിവെച്ച് മുൻപ് ചെലവഴിച്ച കോടികൾക്ക് എന്തു പറ്റിയെന്നും ജനങ്ങളോട് വിശദീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ചെയ്യേണ്ടത്.